ഹായ് ഫ്രണ്ട്സ്, മൊബൈലില്ലാത്ത കാര്യം പറയാം. 90s ജനിച്ച ഒരുപാട് പേര് പെണ്ണ് കിട്ടാതെ ഇവിടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ ആൺകുട്ടികളെ കുറിച്ച് തന്നെയാണ്. ഇതിൽ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. 80s ജനിച്ചവർക്ക് കല്യാണം കഴിച്ചിരുന്നത് 90s പെൺകുട്ടികളാണ്. അപ്പോൾ 90s ജനിച്ച പെൺകുട്ടികളെ 80s കൊണ്ടുപോയി ചെയ്ത് 20s ജനിച്ച കുട്ടികൾ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് 20s പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ അങ്ങോട്ട് പ്രണയിച്ച് കല്യാണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ 90s ജനിച്ചവരായി ശശിയായി 90s ഒരുപാട് പേർക്ക് പെൺകുട്ടികളെ കിട്ടാതെ നടക്കുന്നുണ്ട്. കല്യാണം ആഗ്രഹം ഉണ്ടായിട്ടും കല്യാണം കഴിക്കാതെ നടക്കുന്നുണ്ട്. ഇത് എൻ്റെ ഒരു അഭിപ്രായമല്ല. ഒരുപാട് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. അവരൊന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹം ഇല്ലാത്തവരല്ല, അവർക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അവരിലേക്ക് എങ്ങനെ എത്തിപ്പെടും അറിയുന്നില്ല. ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്കുണ്ട്. പക്ഷേ ഇതൊന്നും വെറുത്തായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ്. വലിയ ഗവൺമെന്റ് ജോലിയുള്ളവർക്കോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഉദ്യോഗസ്ഥർക്ക്, നല്ല സ്റ്റാറ്റസ് ഉള്ളവർക്ക് ഈ മാട്രിമോണിയും ഇങ്ങനത്തെ ഒരുപാട് സൈറ്റുകൾ ഉപകാരപ്പെടുന്നുണ്ട്. പക്ഷേ അതല്ലാതെ ഒരു മീഡിയം റേഞ്ച്, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സാധാ ജോലി എടുക്കുന്ന ഒരു 90s കിഡിന് കിട്ടാതെ പോയ കുറച്ച് കാര്യങ്ങളാണിത്. നമുക്കിടയിലൊക്കെ അന്ന് ബ്രോക്കർമാരെന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അവർ ഒരുപാട് പേരുണ്ടായിരുന്നു ആ ഫീൽഡിൽ. പക്ഷേ ഇന്നൊക്കെ ആ സമയത്ത് തന്നെ അവർ ഏജ്ഡ് ആളായിരിക്കുന്നു. പുതിയ ആൾക്കാരൊന്നും ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ബ്രോക്കർമാർ കുറഞ്ഞു വന്നതുകൊണ്ട് എന്തായി, ഈ ആണുങ്ങൾക്ക് പെണ്ണ് അന്വേഷിക്കുന്ന കാര്യം അവരങ്ങനെ നിർത്തി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 100 പെണ്ണ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് റെഡി ആവുള്ളൂ. പക്ഷേ എന്നാൽ പെൺകുട്ടികളുടെ കാര്യം അവർ ഏറ്റെടുക്കുന്നുണ്ട്. അവർക്ക് പെട്ടെന്ന് പരിപാടി കഴിയും ചെയ്യും, പെട്ടെന്ന് അതിൻ്റെ കമ്മീഷനും അതിൻ്റെ പൈസ കിട്ടും ചെയ്യും. അപ്പോൾ 90s കിഡ്സ് അവരെ 20s ജനിച്ച കുട്ടികളെ 20s കൊണ്ടുപോയി ചെയ്ത് 90s ജനിച്ച കുട്ടികളെ 80s കൊണ്ടുപോയി. അപ്പം 90s കിഡ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. കല്യാണം കഴിക്കാത്ത ഒരുപാട് പേരുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും സൊല്യൂഷൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടി വരും. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ വിചാരിച്ചു, ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ 90s ജനിച്ച കുട്ടികൾക്ക് ഏകദേശം ഒരു 35 മേലെ പ്രായമായിട്ടുണ്ടാവും. അപ്പോൾ 35 വയസ്സ് 32 വയസ്സുള്ള ഒരു ആളുകൾ 20s ഒരു കിഡ്സിന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കി അല്ല എന്തെങ്കിലും ചെയ്യാനുള്ള അവർക്ക് മടിയാണ്. 20s കിഡ്സിന് അതിൻ്റെ അപ്ഡേറ്റഡ് ആണ്, അവരതിനൊന്നും ഒരു മടിയില്ലാത്തവരാണ്. പക്ഷേ പാവം 90s കിഡ്സ് അവർക്ക് ഈ കാര്യത്തിൽ ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ മടിയുണ്ട്. എന്നാൽ അവർക്കാണെങ്കിൽ ഒരു കുട്ടീനെ സെറ്റാക്കണമെന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊന്നും അവരുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. ഇന്നും ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ കണ്ടുപിടിച്ച് ജീവിത സഖിയാക്കുന്നതിന് ഒരു പ്രോപ്പർ സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിലവിലില്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത്. മാട്രിമോണി പോലത്തെ കുറച്ച് സംഭവങ്ങൾ അവിടെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും അത് എല്ലാവർക്കും പാവപ്പെട്ടവർക്കിലേക്കും കാര്യങ്ങളിലേക്കൊന്നും എത്തുന്നില്ല. അപ്പോൾ പഞ്ചായത്ത് വയസ്സായിട്ട് ഇതിനെന്തെങ്കിലും ഒരു പരിപാടി, പഞ്ചായത്ത് വയസ്സായിട്ട് ഒരു ലിസ്റ്റോ, ആ ലിസ്റ്റിന് അഡ്രസ്സ്, കാര്യങ്ങൾ, ഇതെൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. അത് ക്രോഡീകരിച്ച് ഒരു മീറ്റപ്പ് സംഘടിപ്പിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് നടപടികളിലൂടെ ഏറ്റെടുത്ത് വന്നു കഴിഞ്ഞാൽ 2-3 നിയർ ബൈ പഞ്ചായത്തിലുള്ള ആൾക്കാരുകൾ കൂടെ ഒരു മീറ്റപ്പ് വെക്കുക. അപ്പോൾ ഒരു തോട്ടാണ്. അതുപോലെ നിങ്ങൾക്ക് പല തോട്ടുകളും തോന്നുന്നുണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു എക്സ്പാൻഡഡ് വീഡിയോ ഞാൻ ചെയ്യാൻ നോക്കാം. ഇതൊരു റിയൽ പ്രോബ്ലം ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ. പലരും കല്യാണം കഴിക്കാതിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവും, പല പ്രശ്നങ്ങളും പറയുന്നുണ്ടാവും. അവർ മുന്നിൽ കാണുന്ന ജീവിതത്തിൻ്റെ പല പ്രോബ്ലങ്ങളും അവർക്കും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ കല്യാണം കഴിക്കാതിരിക്കുന്നത്. പക്ഷേ ഓരോരുത്തരുടെ ലൈഫും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർക്ക് കിട്ടുന്ന പെൺകുട്ടികളും ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ അവരുടെ വേറൊരാളുടെ ജീവിതം കണ്ട് നിങ്ങൾ ഞെട്ടിത്തെച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളും ഇറങ്ങി മുങ്ങി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കക്കയാണോ, വൈരമാണോ, മുത്താണോ, പേളാണോ, സ്വർണ്ണമാണോ, ഡയമണ്ട് ആണോ എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പം മുങ്ങാതിരിക്കേണ്ട, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക.